കൊല്ലം നിയമസഭാ മണ്ഡലത്തിന്റെ പ്രവർത്തനം എടുത്തു നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വികസനം നടന്ന 5 മണ്ഡലങ്ങളിൽ ഒന്നായി കൊല്ലം നിയമസഭാ മണ്ഡലം മാറിയിരിക്കുകയാണ്. ബിന്ദു ചേച്ചിക്ക് ആരാണ് സഖാവ് എം മുകേഷ് എന്ന് അറിയില്ലെന്ന് തോന്നുന്നു. സാറ് നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി. സഖാവ് എം മുകേഷിന് ഒരു ചരിത്രമുണ്ട്. വെള്ളത്തിലെടുക്കല്ലേ വെച്ചിട്ട് വെള്ളത്തിലെടുക്കല്ലേ. സഖാവ് എം മുകേഷിന്റെ പിതാവ് സഖാവ് എം മുകേഷ് എല്ലാവർക്കും അറിയാം. അദ്ദേഹം സഖാവ് എം മുകേഷ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പുത്രനായി കല്ല് വെച്ചതോണ്. LDF-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു മുകേഷ് MLA കൊല്ലത്ത് നടത്തിയ വികസനത്തെ പറഞ്ഞു. എല്ലാം കഥകള് നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ അതൊന്നും നമ്മളെ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നെഞ്ചുവേദനയായിട്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവിടെ പാരസിറ്റമോൾ ഇൻഫ്യൂഷനോ ഡൈക്ലോഫിനാക്കിന്റെ ഇഞ്ചക്ഷനോ IV സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. വേറൊന്നില്ല പറയാൻ ഒന്നുമില്ല. കൊല്ലം കോർപ്പറേഷനിൽ 3 ആംബുലൻസ് ഉണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് വിട്ടുകൊടുക്കത്തില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷന് കെട്ടിയിട്ടിരിക്കുന്നത്? എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. This is my entertainment.